നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വൈദ്യുതാഘാതമേറ്റ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ മരിച്ച കൊല്ലം തേവലക്കര സ്കൂൾ ഇനി സർക്കാരിൻ്റെ കൈകളിലാണ്. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നും വലിയ വീഴ്ചയെന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇനി സർക്കാരിൻ്റെ കൈകളാണ്. പക്ഷേ മാനേജ്മെൻറ്റ് പറയുന്നത് സർക്കാർ മാത്രമല്ല, മാനേജ്മെൻറ്റ് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു വീഴ്ചയ്ക്ക് പിന്നിൽ, മിഥുൻ്റെ ജീവൻ നഷ്ടമായതിന് പിന്നിൽ ഘടകമായി മാറുന്നു എന്ന തന്നെയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ട് ഭരണം ഏറ്റെടുത്ത് സർക്കാർ. ഗുരുതര വീഴ്ചയെന്നും വിശദീകരണം തൃപ്തികരമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലം DEOയ്ക്ക് സ്കൂളിന്റെ ചുമതല. ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ജയിലുകളിലെ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ചേരുന്നു. കണ്ണൂരിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കണ്ണൂർ കോളയാട് വീടിന് മുകളിൽ മരം വീണ് ഒരു മരണം. പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. കോഴിക്കോട് കലാച്ചിയിൽ മിന്നൽ ചുഴലി. ഷോളയാർ ആളിയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. രാജ്യം വിജയ് ദിവസ് സ്മരണയിൽ ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചുവെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ്. പത്രിക നൽകാനെത്തിയത് പർദ്ദ ധരിച്ച്. ചിലരുടെ തുറിച്ചുനോട്ടം ഒഴിവാക്കാനെന്ന് വിശദീകരണം. മത്സരിക്കുന്നത് സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായെന്ന് സാന്ദ്ര. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ജപ്തി ഭീഷണിയിൽ കഴിയുന്ന നാട്ടിക MLA CC മുകുന്ദന് സഹായ വാഗ്ദാനവുമായി CPI. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർട്ടി പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ചികിത്സ ഉറപ്പാക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചു. വിയൂർ അതിസുരക്ഷാ ജയിലിലാണ് എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. ഗോവിന്ദചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നും സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണം ജീവനക്കാരുടെ അഭാവമാണ് എന്നുമാണ് കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ റേഞ്ച് DIGയുടെ റിപ്പോർട്ടുടൻ DGPക്ക് സമർപ്പിക്കും. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഹരീഷ്. ആദ്യം, ഗോവിന്ദചാമിയെ വിയൂരിൽ അതിസുരക്ഷാ ജയിലിൽ എത്തിച്ചിരിക്കുന്നു എന്നത്. എപ്പോഴാണ് ഗോവിന്ദചാമിയെ അവിടെ എത്തിച്ചത്? ഇനിയുള്ള അവിടെ ഗോവിന്ദചാമിയുടെ ഒരു സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വപ്ന, ഇന്ന് 12:30 ഗോവിന്ദചാമിയെ വിയൂരിലുള്ള അതിസുരക്ഷാ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലായിരിക്കും ഇനി ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലാണ് ഈ ഒരു അതിസുരക്ഷാ ജയിൽ. ഇപ്പോൾ 125 കൊടും കുറ്റവാളികളാണ് ഈ ഒരു ജയിലിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം 4.2 മീറ്ററാണ് ഈ ജയിലിലെ സെല്ലുകളുടെ ഉയരം. മാത്രമല്ല, പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിൽ മതില് കെട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലിയും സ്ഥാപിച്ചിരിക്കുന്നു. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളും ഈ ഒരു ടവറിൽ ഉണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷയുള്ള ഒരു ജയിലാണ് ഈ അതീവ സുരക്ഷാ ജയില് എന്നുള്ളതാണ്. നിരവധി കൊടും കുറ്റവാളികൾ ഇപ്പോഴും പാർക്കുന്ന, അല്ലെങ്കിൽ അവരെ പാർപ്പിച്ചിരിക്കുന്ന ഈ ജയിലിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദചാമിയും എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു കണ്ണൂരിലെ സാഹചര്യമെല്ലാം വിലയിരുത്തി കൂടുതൽ സുരക്ഷ വേണമെന്നുള്ളൊരു നിലപാടിലെത്തുകയും അത് ഏറ്റവും അനുയോജ്യം വിയൂരിലുള്ള അതീവ സുരക്ഷാ ജയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെ ഇതിൽ ഈ ഒരു സെല്ലിൽ പാർക്കുന്ന ആളുകൾക്ക് മറ്റു സെല്ലുകളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല, മുഴുവൻ സമയവും CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും ഇവിടെയുള്ള ഓരോ കുറ്റവാളികളും. അതാണ് ഈ ഒരു സെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഭക്ഷണം സെല്ലിന് പുറത്ത് എത്തിച്ചു നൽകുക മാത്രമാണ് ചെയ്യുക. ഇവരെ, അതായത് ഈ ഒരു കൊടും കുറ്റവാളികളുടെ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളെ നമുക്കറിയാം, അത്തരത്തിൽ മറ്റു കുറ്റവാളികളെ പോലെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരെ പോലുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് പ്രത്യേക രീതിയിലുള്ള
പരിശോധന അവർക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അവരെ പ്രത്യേക രീതിയിലുള്ള നിരീക്ഷണം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിരീക്ഷണം ഗോവിന്ദസ്വാമിക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വിയ്യൂരിൽ ഗോവിന്ദസ്വാമിക്ക് വലിയ കടുത്ത രീതിയിലുള്ള ഒരു ജയിൽ ശിക്ഷ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഹരീഷ്, ഈ പറഞ്ഞതുപോലെ ഏറ്റവും രസകരമാകുന്നത് DIGയുടെ റിപ്പോർട്ടാണ്. കണ്ണൂരിലും സുരക്ഷയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ DIG റിപ്പോർട്ട് വരുന്നത് ഈ ജീവനക്കാരുടെ അഭാവം മൂലമാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഏറെ കൗതുകകരമായി തോന്നുന്നു ആ ഒരു റിപ്പോർട്ട്. സ്വപ്ന, തീർച്ചയായും കൗതുകത്തിൽ ഉപരി അത് വലിയ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ജീവനക്കാർ അവിടെ ഉണ്ടായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു വ്യക്തി പുറത്തേക്ക് ചാടി, അദ്ദേഹത്തിന് മറ്റു സഹായങ്ങൾ ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി പുറത്തേക്ക് വരൂ. അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. പക്ഷേ ആ ജയിലിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് ചാടി, ഇയാൾ പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഒരാൾ മതിൽ പൊക്കം, അല്ലെങ്കിൽ അത്രയും പൊക്കമുള്ള മതിൽ കടന്ന് ഇയാൾക്ക് പുറത്തേക്ക് ചാടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ വിയ്യൂർ ജയിലിനെ സംബന്ധിച്ച അത്തരത്തിലുള്ള അല്ലെങ്കിൽ ജയിൽ ചാടാനുള്ള ശ്രമമൊക്കെ വിഫലമാകുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഈ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തീർച്ചയായും ഗോവിന്ദസ്വാമി വിയ്യൂർ ജയിലിനുള്ളിൽ കിടക്കുന്ന അത്രയും സമയം നമ്മൾ സുരക്ഷിതരാണെന്ന് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തന്നെ ആശ്വസിക്കാം. ഹരീഷ്, എന്തായാലും അന്വേഷണമെല്ലാം തുടരുകയാണ്. ഹരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. യോഗത്തിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി, ജയിൽ DIGമാർ, സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദസ്വാമി ചാടിയത് സംബന്ധിച്ച വിവരങ്ങളും വീഴ്ചകളും ജയിൽ മേധാവി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നുവെന്ന K. സുധാകരൻ MP. ഇത് തടയാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും കഴിവുകെട്ട സർക്കാരാണ് ഇത് എന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ജയിൽ ചാടുന്നതിന് ഗോവിന്ദസ്വാമിക്ക് ജയിലിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാണ്. അതുകൊണ്ട് ഞങ്ങൾ കഞ്ചാവ് പിടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. തടവ് പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ്. അതിൻ്റെ ഒരു ഉപദേശക സമിതി, ഉപദേശക സമിതിയുടെ ചെയർമാൻ P. ജയരാജനാണ്. അവർ യോഗം ചേരാറുണ്ട്. അവർക്കിതെല്ലാം അറിയാം. എന്തുകൊണ്ട് അത് നിർത്താൻ സാധിക്കാത്ത, നിർത്തേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാർ നൽകുന്നില്ല? അവരോട് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൽ വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് എന്നാന്ന് ഇയാളെ പേര് പറഞ്ഞ് ഗോവിന്ദസ്വാമിച്ചേരിയൊന്നും ഉത്തരം പറഞ്ഞിട്ട് കാര്യം. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി സർക്കാർ എത്തിയിരിക്കുന്നു. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. മാനേജറുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ആതിര ചേരുകയാണ്. അതിനു മുൻപ് പ്രതികരണത്തിലേക്ക്. സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ആതിര ചേരുകയാണ്. ആതിര, ഈ മിഥുൻ മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ നടപടി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തിരുന്നു. പക്ഷേ അതിലൊന്നും അവസാനിക്കുന്നതല്ല ഒരുപക്ഷെ ഈ ഒരു നഷ്ടം. ഒരുപാട് ഘടകങ്ങളുടെ ഒരേപോലുള്ള അനാസ്ഥ മിഥുന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. എങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നു. എന്താണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്? സ്വപ്ന, ഈ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ ഈ മിഥുൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അസാധാരണ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ട ഭരണം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്കൂൾ മാനേജറെ അയോഗ്യനാക്കിയിട്ട് DEOയ്ക്കാണ് ഇപ്പോൾ പകരം ചുമതല നൽകിയിരിക്കുന്നത്. ഈ മാനേജരോട് ഒരു വിശദീകരണം നമുക്ക് ചോദിച്ചിരുന്നു. അത്തരത്തിൽ മാനേജർ പറഞ്ഞ
വിശദീകരണം എന്ന് പറയുന്നത് നേരത്തെ മുൻപുണ്ടായിരുന്ന മാനേജറുടെ മേൽ പഴിചാരുകയായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മാനേജറുടെ സമയത്താണ് ഈ കമ്പി വലിക്കുന്നത് എന്നാണ് ഇപ്പോഴുള്ള പുതിയ മാനേജർ പറഞ്ഞത്. പക്ഷേ ആ ഒരു വിശദീകരണത്തെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അടക്കം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ്, ഗുരുതര ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിലാണ് ഈ ഒരു ഇത്തരത്തിൽ സ്കൂൾ മാനേജറുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെയാണ് ഇപ്പോൾ മുഖം നോക്കാതെ സർക്കാർ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ സ്കൂളിനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പക്ഷേ അന്വേഷണം തുടരുകയാണ്. ഏതായാലും ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും സ്കൂളിനെതിരെയും ശക്തമായ രീതിയിൽ മുഖം നോക്കാതെയുള്ള ഒരു നടപടി ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ പ്രധാന അധ്യാപികയെ മാത്രം ഇത്തരത്തിലൊരു അധ്യാപികയോടൊക്കെ മാത്രം ഒരു നടപടി എടുത്തുകൊണ്ടായിരുന്നു സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് വഴിവെച്ചിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനം അതിൽ നേരിടേണ്ടി വന്നിരുന്നു. ആ ഒരു സമയത്തിൽ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രത്യേക ഒരു ചർച്ചയും അതിനുശേഷം ഒരു യോഗവും. തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാവുകയാണ്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ സർക്കാർ നടപടിയെ തേവലക്കര സ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ള സ്വാഗതം ചെയ്യുകയാണ്. കുറ്റാരോപിതനാക്കി സ്കൂൾ മാനേജ്മെന്റിനെ മാത്രം ബലിയാടാക്കാനുള്ള നിലപാടിനെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിന്റെയും ഒപ്പം KCBയുടെയും വീഴ്ചകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്നോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം ഗവൺമെൻറ്റിന് തൃപ്തികരമല്ല. അതിൻ്റെ ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വിഷയവുമില്ല. തുടർ നടപടികൾ ഞങ്ങൾ കൂടിയാലോചിച്ച് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് ചെയ്യും. നമ്മൾ കൊടുത്ത മറുപടി അത് എന്തായിരുന്നു പറയാമോ? അല്ല, അത് അങ്ങനെ വെളിപ്പെടുത്തണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. അല്ല, ഇതിനകത്തിപ്പം വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നൊരു തരത്തിലൊരു നടപടിയാണ് ഇതിനകത്ത് വന്നത്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, നിസ്സാരമൊന്നുമല്ല. ചെറിയ ശ്രദ്ധക്കുറവും വലിയ ഗുരുതരമായ ഉത്തരവാദിത്തമാണ്, വീഴ്ചയാണ്. അങ്ങനെ ഞാൻ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഠനം നടക്കുന്ന സ്കൂൾ ക്ലാസ് റൂമിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. ഇന്നലെയായിരുന്നു സംഭവം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായതിനാൽ വലിയ അപകടം ഒഴിവായി. 10ാം ക്ലാസ് നടക്കുന്ന മുറിയിലാണ് കോൺക്രീറ്റ് പാളികൾ വീണത്. 70ഓളം വർഷത്തെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ടുണ്ടെങ്കിലും നഗരസഭ അത് വേണ്ടവിധം വിനിയോഗിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിന് സമീപം ഏത് നിമിഷവും നിലം പൊത്താറായ മറ്റൊരു കെട്ടിടവുമുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പർദ്ദ ധരിച്ചെത്തി നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ്. സംഘടനയുടെ ഓഫീസിലെത്താൻ ഏറ്റവും യോജിച്ച വസ്ത്രം പർദ്ദയാണെന്നും നിലവിലെ ഭാരവാഹികൾക്കെതിരായ പ്രതിഷേധ സൂചകമായിട്ടാണ് പർദ്ദ തെരഞ്ഞെടുത്തതെന്നും സാന്ദ്ര പറഞ്ഞു. അടുത്ത മാസം 14-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചത്. തന്റെ വസ്ത്രധാരണം അസോസിയേഷന്റെ നിലവിലെ നേതൃത്വത്തിനെതിരായ പ്രതിഷേധമാണെന്ന് സാന്ദ്ര പറഞ്ഞു. എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നേരത്തെ കേസ് കൊടുത്തത്. ആ കേസ് ഇപ്പോഴും തുടരുകയാണ്. സംഘടനയിൽ നിന്നും സാന്ദ്രയെ പുറത്താക്കിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ നടപടി കോടതി റദ്ദാക്കുകയായിരുന്നു. അസോസിയേഷനിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് പോലെയാണ് സംഘടനയിലെ ഭാരവാഹികളെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തി. 2 സിനിമകൾ മാത്രം നിർമ്മിച്ച പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ ശ്രമമുണ്ടെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാമെന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റും വെച്ചു. സക്കറിയയുടെ ഗർഭിണികൾ, മങ്കി പെൻ, അടികപ്പിയാരെ കൂട്ടമണി.
അടുത്ത മാസം 2-നാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. 14-നാണ് തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും ഒരു മരണം. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് കോളയാട് സ്വദേശി ചന്ദ്രൻ മരിച്ചു. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. കോളയാട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വീടിനുള്ളിൽ ഉറങ്ങുമ്പോഴായിരുന്നു അപകടം. ചന്ദ്രന്റെ വീടിന്റെ തൊഴുത്തിലേക്ക് മരം വീണ് പശുവും ചത്തു. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ വീടിന് മുകളിൽ മരം വീണു. വീട്ടമ്മയുടെ മകൻ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. ഇയാൾക്കുള്ള തിരച്ചിൽ തുടരുന്നു. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലിയുണ്ടായി. തൃശൂർ മലക്കപ്പാറ റൂട്ടിൽ മരം കടപുഴകി വീണു. മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ജനശതാബ്ദി ഉൾപ്പെടെ പിടിച്ചിട്ടു. പിന്നീട് മരം മുറിച്ചുമാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ കോഴിക്കോട് വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. വൈദ്യുതി തൂണുകളിൽ മരങ്ങൾ വീണ് വൈദ്യുതിയും നിലച്ചു. കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈക്കം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ തകർന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിലാണ് തണൽമരം വീണത്. റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് തകർന്നത്. 5 ബൈക്കുകൾ പൂർണ്ണമായും 2 ബൈക്കുകൾ ഭാഗികമായും തകർന്നു. കോട്ടയം ജില്ലയിൽ കുമരകം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റ് വ്യാപകമായി നാശം വിതച്ചു. നിരവധി വീടുകൾക്കും കേടുപാടുകളുണ്ട്. വൈദ്യുതി വിതരണവും പലയിടങ്ങളിൽ തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളം പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂൾ മുറ്റത്ത് ചുവട് ദ്രവിച്ചു നിന്ന മരം കടപുഴകി വീണു. മതിലും വൈദ്യുതി ലൈനും തകർത്ത് റോഡിലേക്കാണ് മരം വീണത്. മരം വെട്ടിമാറ്റാൻ 2 വർഷമായി സ്കൂൾ അധികൃതർ കളക്ടർക്കടക്കം പരാതി നൽകിയിരുന്നതാണ്. സമീപത്ത് വേറെയും മരങ്ങൾ ചുവട് ദ്രവിച്ചു നിൽപ്പുണ്ട്. വനംവകുപ്പിന്റെ നടപടി വൈകുന്നുവെന്നാണ് നഗരസഭയുടെ മറുപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച രാജ്യം. ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവിയും സേനാ തലവന്മാരും പുഷ്പചക്രം അർപ്പിച്ചു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യയും സഞ്ജയ് സേത്തും ആദരമർപ്പിച്ചു. രാജ്യം വിജയ് ദിവസ് സ്മരണയിലാണ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷിക ദിനാചരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവരും യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ചു. ദ്രാസിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്തും ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി യുദ്ധകളത്തിൽ നമ്മുടെ സൈന്യം ധീരമായി പോരാടിയെന്നും പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്കെതിരെ രക്തം ചീന്തിയ അനശ്വര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുവെന്നും കരസേനാ മേധാവി പറഞ്ഞു. यह लगातार चौथी बार है जब मैं कारगिल युद्ध स्मारक और कारगिल विजय दिवस के इस पावन आयोजन में सम्मिलित हो रहा हूं. 2 बार नदन कमांड आर्मी कमांडर की हैसियत से और 2 बार थल सेना अध्यक्ष के रूप में. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ദ്രാസിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ വിജയ് ദിവസ് വാർഷികം പ്രൗഢഗംഭീരമായി തന്നെയാണ് രാജ്യം ആചരിച്ചത്. നമ്മുടെ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും രാഷ്ട്രത്തിനായുള്ള അവരുടെ സമർപ്പണവും പരമമായ ത്യാഗവും ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയും ശൗര്യത്തെയും ഈ ദിനം രാജ്യത്തിന് ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വീരമൃത്യു വരിച്ച വീരന്മാരുടെ ധൈര്യം ഭാവി തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ജപ്തി ഭീഷണിയിൽ കഴിയുന്ന CC മുകുന്ദൻ MLA സന്ദർശിച്ച മന്ത്രി കെ രാജൻ. ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ MLAയുടെ ആരോഗ്യസ്ഥിതി മന്ത്രി കെ രാജൻ വിലയിരുത്തി. ജപ്തിയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ MLAക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസമാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴവെള്ളം ചവിട്ടി തെന്നി വീണ MLAക്ക് പരിക്കേറ്റത്.
വലതുകാലിന് ഗുരുതര പരിക്കേറ്റ MLAയോട് 15 ദിവസത്തെ പരിപൂർണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. 5.5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇപ്പോഴത്തെ കുടിശ്ശിക 18.75 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ലെന്നും കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നു. സംഭവം വാർത്തയായതിനെ തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച സുഖവിവരങ്ങൾ തിരക്കിയിരുന്നു. തുടർന്നാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് MLAയുടെ വീട്ടിൽ നേരിട്ടെത്തി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞത്. സാമ്പത്തിക പ്രശ്നങ്ങളടക്കം പാർട്ടി പരിഹരിക്കുമെന്നും കെ രാജൻ ഉറപ്പു നൽകി. തന്നെ ആരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ശബരിമലയിലെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാർ നിയമം ലംഘിച്ചുവെന്ന DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ട്രാക്ടർ യാത്ര അനുവാദമില്ലാതെയാണെന്നും ADGPയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നും DGP റിപ്പോർട്ടിൽ പറയുന്നു. അജിത് കുമാറിന് ശബരിമല ദർശനത്തിന് കൂടുതൽ സമയം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയത്. ഹരിവരാസനം പാടുന്ന സമയത്ത് 5 മിനിറ്റിൽ കൂടുതൽ സമയം ADGP ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് നിന്നുവെന്ന ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്നാണ് കണ്ടെത്തൽ. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നും രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടല്ല ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നും മേയർ പറഞ്ഞു. അതിൽ അഭിപ്രായം പറയുന്നത് പോലും ശരിയല്ലെന്നും മേയർ വ്യക്തമാക്കി. അവർക്കത് പറയാം. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് രാഷ്ട്രീയ നേതാക്കളെ ഇടപെടിച്ചുകൊണ്ടല്ലല്ലോ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന വർക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമേ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തമിഴ്നാട്ടിലെത്തും. മാലദ്വീപിൽ നിന്ന് വൈകിട്ട് 7:50 തൂത്തുക്കുടി വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തുക. 452 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച തൂത്തുക്കുടി വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 മണിക്കാണ് ഉദ്ഘാടനം. പിന്നീട് റെയിൽവേ പൂർത്തിയാക്കിയ 1030 കോടി രൂപയുടെ പദ്ധതികളും ഹൈവേ വകുപ്പ് പൂർത്തിയാക്കിയ 2571 കോടി രൂപയുടെ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. കൂടംകുളം ആണവ നിലയത്തിന്റെ വൈദ്യുതി പ്രസരണ സംവിധാന പ്രവൃത്തികൾക്ക് തറക്കല്ലിടൽ കർമ്മവും നിർവഹിക്കും. 548 കോടി രൂപയുടെ ചിലവാണ് ഇതിന് കണക്കാക്കുന്നത്. നാളെ അരിയല്ലൂർ ജില്ലയിലെ ചോളപുരത്ത് നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിൽ മോദി പങ്കെടുക്കുകയും രാജേന്ദ്ര ചോളിന്റെ സ്മാരക നാണയം പുറത്തിറക്കുകയും ചെയ്യും. ശിക്ഷാ സംസ്കൃതി ഉദാന്യാസിന്റെ ആഭിമുഖ്യത്തിലുള്ള ജ്ഞാനസഭയ്ക്ക് മുന്നോടിയായുള്ള ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈഠക് പിറവത്ത് തുടരുന്നു. പേപ്പതിയിലെ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ ആദിശങ്കര നിലയത്തിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. RSS സർസംഘ ചാലക് മോഹൻ ഭഗവത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ നടക്കുന്ന യോഗത്തിൽ സംഘടനയുടെ ദേശീയ സംയോജകരും വിദ്യാഭ്യാസ വിദഗ്ധരും ഉൾപ്പെടെ 100 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ജ്ഞാനസഭയുടെ 2 ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിന് നാളെ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ തുടക്കമാകും. സർവകലാശാലകളിലെ ഭിന്നത തീർക്കുന്നതിനുള്ള സർക്കാരിന്റെ സമവായ നീക്കം പാളി. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടും സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ സമവായമായില്ല. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VCമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിലെ ആവശ്യം. താൽക്കാലിക VC നിയമനങ്ങൾക്ക് UGC ചട്ടം പാലിക്കണമെന്നാണ് വാദം. താൽക്കാലിക VCമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെയും സ്ഥിര VC നിയമനത്തിനുണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വാഹനങ്ങൾ ആക്രമിച്ചു. തൂവൂരിലാണ് 3 കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെയാണ് കാട്ടാനകൾ ഇറങ്ങിയത്. അവ പ്രദേശത്ത് തുടരുകയാണ്. ആനകളെ തുരത്താൻ RTT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. പന്നൂർ മേലെ ചാടങ്ങയിൽ അഹമ്മദ് കുട്ടിയുടെ മകൻ മുഹമ്മദ് സയാനാണ് മരിച്ചത്. കൊടുവള്ളി എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് പലയിടത്തും മഞ്ഞപ്പിത്തം പടരുകയാണ്.
മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക് മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിലാണ്. 150 റൺസ് എടുത്ത ജോ റൂട്ടിന്റെ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിന് കരുത്തായത്. ഓപ്പണർമാരായ സാക് റൗളിയും ബെൻ ഡക്കറ്റും അർദ്ധ സെഞ്ചുറിയോടെ മികച്ച തുടക്കമാണ് നൽകിയത്. ബെൻ ഡക്കറ്റ് 94 റൺസിന് പുറത്തായി. തൊട്ടു പിന്നാലെ എത്തിയ ഒലി പോപ്പ് 71 റൺസ് എടുത്തു. 77 റൺസ് എടുത്ത ബെൻ സ്റ്റോക്കും 21 റൺസുമായി ലിയാൻ ഡോസനുമാണ് ക്രീസിൽ. ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.